ആലപ്പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥി തോക്ക് ഉപയോഗിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. ഇരവുകാട് സ്വദേശി ധനേഷാണ് തോക്കിന്റെ ഉടമ. 2 വർഷം മുൻപ് എറണാകുളത്ത് നിന്നാണ് തോക്ക് വാങ്ങിയതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. പക്ഷികളെ വെടിവെക്കാനാണ് തോക്ക് വാങ്ങിയതെന്ന മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിദ്യാർത്ഥിയുടെ സുഹൃത്തിന്റെ അമ്മാവനായ ധനേഷ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആലപ്പുഴ നഗരത്തിലെ നഗരമധ്യത്തിലെ സർക്കാർ സ്കൂളിന് മുന്നിൽ വെച്ച് സഹപാഠിയെ തോക്ക് ചൂണ്ടി വിദ്യാർത്ഥി ഭയപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ നിർണായകമായ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ തോക്ക് വിദ്യാർത്ഥിക്ക് ലഭിച്ചത് ഒരു സുഹൃത്തിന്റെ ബന്ധുവിൽ നിന്നാണ് എന്നുള്ള സ്ഥിരീകരണം ഇന്നലെ പോലീസ് നടത്തിയിരുന്നു. ധനേഷ് എന്ന ഇരവുകാട് സ്വദേശിയുടെ കയ്യിലാണ് ഈ തോക്ക് ഉണ്ടായിരുന്നെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ധനേഷ് 2022 കൊച്ചിയിൽ നിന്നാണ് ഈ തോക്ക് വാങ്ങിയതെന്ന് പോലീസിന് അവിടെ സമ്മതിച്ചിട്ടുണ്ട്. തോക്കിന്റെ രേഖകൾ അടക്കം ഇയാൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഈ എയർ പിസ്റ്റൾ ഇയാൾ എന്തിനാണ് വാങ്ങിയത് എന്നുള്ള പോലീസിനോട് വിശദീകരിച്ചിട്ടുള്ളത് പക്ഷികളെ വെടിവെക്കുന്നതിന് വേണ്ടിയാണ് താൻ അത് വാങ്ങിയത് എന്നുള്ളതാണ്. പോലീസ് ഇത് പക്ഷേ ഈ മൊഴിയെ മുഖവിലേക്ക് എടുക്കുന്നില്ല. മറിച്ച് ഇത് സംബന്ധിച്ച് തോക്കിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് അവർ നീങ്ങുകയാണ്. കാരണം ഈ ധനേഷുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. 6 ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ധനേഷ് എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ കൈമാറുന്നത്. ഒരാഴ്ച മുമ്പ്, അതായത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ചയല്ല ഈ കുട്ടി തോക്ക് കൈക്കലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതായത് ഒരാഴ്ച മുമ്പ് തന്നെ ഈ കുട്ടിയുടെ കയ്യിലേക്ക് ഈ തോക്ക് വന്നിട്ടുണ്ട്. ഈ തോക്ക് ബോധപൂർവം കുട്ടിക്ക് നൽകിയതാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ എയർ പിസ്റ്റൾ ഇത്തരത്തിൽ പക്ഷിയെ വെടിവെക്കുന്നതിന് വേണ്ടിയാണോ ഈ ധനേഷ് കൈവശം വെച്ചിരുന്നത്, അതോ മറ്റേതെങ്കിലും രീതിയിൽ ഇത് ഉപയോഗിച്ചിരുന്നോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കും. വരും ദിവസങ്ങൾ അതുമായി തുടരന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് സൗത്ത് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഈ തോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിലത്തെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ വെച്ച് ഈ തോക്ക് ഉപയോഗശൂന്യമാണ്. ഇതിന്റെ ബാരലിനകത്ത് ഒരു പെല്ലറ്റ് കുടുങ്ങിയ സ്ഥിതിയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാലസ്റ്റിക് വിഭാഗത്തിന് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് തോക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം ജുവനൈൽ കേസാണ്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തോക്ക് കൈവശം വെച്ച തോക്കുണ്ടായിരുന്ന തോക്കിന്റെ ഉടമയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ വിദ്യാർത്ഥി, അതായത് തോക്ക് സ്കൂളിന് മുന്നിൽ സഹപാഠിക്ക് നേരെ ചൂണ്ടിയ വിദ്യാർത്ഥിക്ക് ഒരാഴ്ച മുമ്പ് തോക്ക് കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അത് ഈ വിദ്യാർത്ഥിയുടെ തന്നെ ഒരു സുഹൃത്തിന്റെ ബന്ധുവിന്റെ കയ്യിൽ നിന്നാണ്, ധനേഷ് എന്ന ബന്ധുവിന്റെ കയ്യിൽ നിന്നാണ് ഇത് കൈപ്പറ്റിയെന്നുള്ള പുതിയ വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.